ഇതെല്ലാം വിശദീകരിച്ച് തരുന്നതാണ്. മലയാളം തമിഴ് Maybe next week. നെക്സ്റ്റ് വീക്ക്. ഹാഷിഫ് പറഞ്ഞത് മലയാളവും തമിഴും ഈ ആഴ്ചയിൽ ഉണ്ടാവില്ല, ചിലപ്പോൾ അടുത്ത ആഴ്ചയിൽ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയൽ വർക്കൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളെ കയറി ചെല്ലുമ്പോൾ തന്നെ വലത് സൈഡിൽ കാണുന്നതെല്ലാം ഫുഡ് കോർട്ടാണ്. ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ച് വേണം അകത്ത്, നല്ല ചെക്കിങ്ങോട് കൂടിയാണ് നമ്മളെ അകത്തോട്ട് കടത്തിവിടുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് വന്നപ്പോൾ അതാ സ്വർണ്ണാഭരണങ്ങളെല്ലാം അവിടെ പരസ്യമായി വെച്ചിരിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കുവാനും ഒരുപാട് ഫൺ ഗെയിമുകളുള്ള ഫൺ ടെക്കിയാണ് ഈ മുകളത്തെ നിലയിലെല്ലാം കാണുന്നത്. ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഹബ്ബ് എന്ന നിലയിൽ അതിൻ്റെ ആകർഷണം പ്രകടമാക്കിക്കൊണ്ട് അൽകൂത്ത് മാൾ ഫൺ ടെക്കിയുടെയും അത്യാധുനിക സിനിസ്കോപ്പിൻ്റെയും ആസ്ഥാനം തന്നെയെന്ന് പറയാം. മുകളത്തെ നിലയിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഇൻഡോർ ഗോകാർട്ടിംഗ് ട്രക്കായ ക്യുവൈറ്റ് കാറ്ററിംഗ് ഉള്ളതിനാൽ വിനോദം അവിടെയും അവസാനിക്കുന്നില്ല. കണ്ടിട്ടും നടന്നിട്ടും തീരുന്നില്ല. ഇനിയും ഒരുപാട് കാഴ്ചകൾ ബാക്കിയാക്കി ഞങ്ങൾ പുറത്തേക്കിറങ്ങിയാണ്. പുറത്തേക്കിറങ്ങിയപ്പോൾ അതിമനോഹരമായ ജലധാരയാണ് കണ്ടത്. അൽകൂത്ത് മാളിൻ്റെ അടുത്ത് തന്നെയാണ് സുൽത്താൻ സെൻറ്റർ, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ് തുടങ്ങിയ എല്ലാ തരവും അടങ്ങുന്ന അൽകൂത്ത് സൂക്കിനെ കുറിച്ച് വാചാലനാകിയായിരുന്നു നമ്മളുടെ ക്യാമറമാൻ സന്തോഷ് ഭായി. വൃത്തിയുള്ള ഫ്ലോറും നല്ല ഇൻറ്റീരിയൽ വർക്കും ഒക്കെയായിട്ട് സൂക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. വൃത്തിയുടെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഇത് പച്ചക്കറി മാർക്കറ്റ്, ഇതിവിടെ പച്ചക്കറി മാർക്കറ്റ്. ഫിഷ് മാർക്കറ്റ് ഇവിടെ തന്നെ വരുന്നത് കേട്ടോ. ഇതിന്റെ ബാക്കിൽ അതിന്റെ അപ്പുറത്താണോ ഫിഷ് മാർക്കറ്റ് വരുന്നത്. നമ്മളപ്പം ഇവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റിലും കൂടെ കയറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫിഷ് മാർക്കറ്റ് കാണാമെന്ന് വിചാരിച്ചു. ഇതാണ് വെജിറ്റബിൾ മാർക്കറ്റിന്റെ സെറ്റപ്പ്. കണ്ടോ, നമ്മുടെ നാട്ടിലെ മാർക്കറ്റും ഈ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇവിടെ ക്ലീൻ ആണ് കേട്ടോ, വെരി ക്ലീൻ ആണ്. ഒരു കച്ചറ നിലത്ത് കാണില്ല കേട്ടോ, അത്രയും ക്ലീൻ ആണ്. ഇവിടെ ചെറിയൊരു മാർക്കറ്റാണ്, പക്ഷെ അത്രയും നല്ല ക്ലീൻ ആയിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ പറഞ്ഞത് ഇവിടെ കുവൈറ്റ് ഫാമിൽ ഉണ്ടാക്കുന്ന കൂടുതലും വെജിറ്റബിളാണ് ഇവിടെ കൊണ്ടുവരുന്നതെന്നാണ് അവർ പറഞ്ഞത്. മാർക്കറ്റ് മീറ്റ് മാർക്കറ്റ് ആട്ടോ. ഫിഷ് മാർക്കറ്റിന്റെ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മീറ്റ് മാർക്കറ്റിലേക്ക് കടന്നാണ്. ഇവിടെ എല്ലാം ഇപ്പൊ അടച്ചിട്ടായി, രാത്രി ആയതുകൊണ്ട്. സമയം 8-9 മണിയായി, അപ്പോഴേക്കും ഒരു ഇതെല്ലാം അടച്ചിട്ടൊക്കെ ആയി. അതുകൊണ്ട് ഈ ഭാഗത്ത് അങ്ങനെ ആളില്ല. ഇതെല്ലാം മീറ്റ് മാർക്കറ്റാണ്. ചിക്കനും മട്ടനും ബീഫും